ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. അപ്പൊ ഞാൻ കുറെ നാളായിട്ട് പെൻഡിങ്ങിൽ വെച്ചൊരു സീരീസ് ആണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് എനിക്കൊരു ടൈം കിട്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച ഒരു സീരീസ് ആയിരുന്നു നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ PHP ഫ്രെയിം വർക്ക് ലാരാവലിന്റെ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത് ലാരാവലിന്റെ ലേറ്റസ്റ്റ് വേർഷൻ 12 ആണ് കേട്ടോ. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്തുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പം ഇതൊരു കംപ്ലീറ്റ് സീരീസ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതായത് എല്ലാ ദിവസവും 10 മണിക്കാണ് ഇതിന്റെ ഓരോ എപ്പിസോഡ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം ഒരു 10 to 15 മിനിറ്റ്സ് വരുന്ന ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ഇടുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ കോഡിങ് ചെയ്ത് പോയാൽ മതി കേട്ടോ. ഞാൻ ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ ആണ്. നാളത്തെ വീഡിയോയിലായിരിക്കും ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. ഈ ഒരു സീരീസ് നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണ്, അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡെവലപ്പർ ഒക്കെ ആണെങ്കിലും ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഈ ഒരു വീഡിയോന്റെ ഒരു സീരീസിന്റെ എൻഡ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലാരാവലിന്റെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് PHP ആണെങ്കിലും ഇത് ലാരാവൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അപ്പൊ എൻ്റെ ഒരു ഡെയിലി വീഡിയോസിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം നിങ്ങൾ എൻ്റെ ഒരു ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനു എന്നാണ്. ഇതുപോലെ ടെക് വീഡിയോസ് ആണ് നമ്മൾ ഈ ഒരു ചാനലിൽ ഹാൻഡിൽ ചെയ്യുന്നത്. PHP അതുപോലെ തന്നെ റിയാക്ടിന്റെ, അതുപോലെ Node.js ഡവോപ്സിന്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സീരീസ് കൂടുതൽ ഡെവലപ്പേഴ്സിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമാണ്. അതായത് നിങ്ങളുടെ ഒപ്പീനിയൻ ഡെഫിനറ്റ് ആയിട്ടും കമന്റ് സെക്ഷനിൽ പറയണം. നിങ്ങൾക്ക് അറിയാമല്ലോ, യൂട്യൂബിന്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് ഇന്ററാക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും അവർ കൂടുതൽ പേരിലേക്ക് ഇത് എത്തിക്കുന്നത്. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. അപ്പൊ നമുക്കൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആണ് എന്താണ് ലാരാവൽ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ലാരാവൽ ഒരു ഓപ്പൺ സോഴ്സ് ഫ്രീ ഫ്രെയിം വർക്ക് ആണ് PHP 2011 ടൈലർ ഓട്ട്വെൽ ഒരു ഫസ്റ്റ് ഈ ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്തത്. ഫ്രെയിം വർക്ക് എന്താന്ന് ഞാൻ ഫസ്റ്റ് പറയാം. ഞാൻ ഓൾറെഡി ഒരു പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും നമ്മളൊരു ഇൻഡെപ്ത് ട്യൂട്ടോറിയൽ ആണല്ലോ ചെയ്യുന്നത്. ഫ്രെയിം വർക്ക് എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കിപ്പം വീട്ടിലൊരു പായസം ഉണ്ടാക്കുവാന്ന് വിചാരിച്ചോ, നമുക്ക് രണ്ട് വിധത്തിൽ ഉണ്ടാക്കാം അല്ലെ. ഒന്നെങ്കിൽ എല്ലാം ഫ്രം സ്ക്രാച്ച് നിങ്ങളുടെ അമ്മമാരുണ്ടാക്കും. അതായത് ഇപ്പൊ ഒരു പാൽപ്പായസം ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരണ്ടുന്നതും സേമിയ വറുക്കുന്നതും ഷുഗർ ഇതാക്കുന്നതും എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തൊരു പായസം ഉണ്ടാക്കും. ഇനി രണ്ടാമത്തെ വേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മിക്സിനെ വാങ്ങിച്ച് നമുക്ക് ജസ്റ്റ് പാല് തിളപ്പിച്ച് അതിൻ്റെത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പായസമാവും. അപ്പൊ രണ്ടു വിധത്തിൽ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഫ്രെയിം വർക്ക്സ് നമ്മുടെ ഡെവലപ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു ഫ്രെയിം വർക്കും ഇപ്പൊ PHP തന്നെ ഒരുപാട് ഫ്രെയിം വർക്ക്സ് ഉണ്ട്. സെന്റ് ഉണ്ട്, കോഡക്നേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ലാരാവലൊക്കെ ഉണ്ട്. അപ്പം ഒരു ഫ്രെയിം വർക്കിന്റെയും ഇതുപോലുള്ള ഫ്രെയിം വർക്കിന്റെ ഹെൽപ്പ് ഇല്ലാതെയാണ് നിങ്ങൾ ഈ ഒരു ഇത് പഠിക്കുന്നതെങ്കിൽ, അതായത് കോഡിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അതായത് സെക്യൂർ ആയിരിക്കണം, അതായത് ഒതന്റിക്കേഷന്റെ പാർട്ടാണെങ്കിലും റൗട്ടിങ്ങിന്റെ പാർട്ടാണെങ്കിലും എല്ലാം നമ്മൾ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇനി ഒരു ഫ്രെയിം വർക്കിലേക്ക് വരുമ്പം ഡെവലപ്പേഴ്സിന് ഒന്നും കൂടെ ഈസി ആക്കി, അതായത് അവരാ ചെയ്യുന്ന ജോലി ഏറ്റവും എൻജോയബിൾ ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ എല്ലാ എൻഹാൻസ്ഡ് ഫീച്ചേഴ്സും ഈ ഒരു ഫ്രെയിം വർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ കറണ്ട് ആയിട്ടുള്ള റിക്വയർമെന്റ് നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണോ ഒരു പുതിയ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്നത് അതിന് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഫ്രെയിം വർക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ. ഇനി നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന അടുത്ത ക്വസ്റ്റൻ ആയിരിക്കും, ഇത്രത്തോളം PHP ഫ്രെയിം വർക്ക്സ് അവൈലബിൾ ആയിരിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെന്റ് കോർഡിനേറ്റർ ഒക്കെ ഉള്ളപ്പം എന്തുകൊണ്ടായിരിക്കും ബാക്കിയുള്ള PHP ഫ്രെയിം വർക്കിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലാരാവിൽ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്രയും അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ളതെന്ന് അത് ഞാൻ പറയാം. ഒന്നാമത്തെ കേസ്, ബാക്കിയുള്ള ഫ്രെയിം വർക്ക്സിനെ പോലെ തന്നെ ഇവർ MVC ആർക്കിടെക്ചറൽ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. മോഡൽ വ്യൂ കൺട്രോളർ നമ്മൾ അടുത്തടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കും, അറിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അതിനെയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ എലഗന്റ് ആൻഡ് എക്സ്പ്രസീവ് ആണ് ഇവരുടെ സിൻടാക്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബേസിക് ഫീച്ചേഴ്സ് അല്ലേ, ഒതന്റിക്കേഷൻ, റൗട്ടിങ്, അതുപോലെ തന്നെ ക്യാഷിങ്, സെഷൻ എല്ലാം ഇത് ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാരാവലിന്റെ കേസിലേക്ക് വരുമ്പോൾ 2024 സ്റ്റാക്ക് ഓവർഫ്ലോ ഒരു ഡെവലപ്പർ സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞത് ഇപ്പൊ ഒരു 10 ലവബിൾ ആയിട്ടുള്ള ഡെവലപ്പേഴ്സിന്റെ ഇടയിലുള്ള ഒരു ഫ്രെയിം വർക്കിനെ എടുത്താൽ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു PHP ലാരാവല് അതിലൊരു ഒന്നാണ്. നമ്മൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇവരുടെ മെയിൻ ഫിലോസഫിയും. അതായത് ഇവർ പറയുന്നത് ഡെവലപ്മെന്റ് ഷുഡ് ബി
ക്രിയേറ്റീവ് ആൻഡ് എൻജോയബിൾ. അവരുടെ ഒരു ടാർഗറ്റ് ലൈൻ തന്നെ ഇതാണ്, PHP ഫ്രെയിംവർക്ക് ഫോർ വെബ് ആർട്ടിസൻസ്. അതായത് ജസ്റ്റ് ഒരു പ്രോബ്ലം സോൾവിങ്ങിന് മാത്രമല്ലാതെ ഏറ്റവും എലഗന്റ് ആയിട്ട് ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം, അതായിരുന്നു ഇവർ ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ മേജർ കമ്പനീസ്, ഇപ്പം ഡിസ്നി ആണെങ്കിലും അല്ലെങ്കിൽ വിസർ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങുന്ന പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ ആണെങ്കിലും ഈ ഒരു ഫ്രെയിം വർക്കിനെ പ്രിഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ കരിയർ പെർസ്പെക്റ്റീവ് എന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ PSPന്റെ ഇക്കോസിസ്റ്റത്തിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് സാലറി ഓഫർ ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്ക് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് ലാരാവെൽ ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾ ലാരാവെലിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ലാരാവെൽ 12 വന്നാൽ ഈ ഒരു വർഷമാണ് അവർ ഇത് റിലീസ് ചെയ്തത്. അതായത് 2025 ഫെബ്രുവരി 24 അവർ മേജർ റിലീസ് വന്നത് ഈ ഒരു വേർഷനിൽ. അവരിത് നമുക്ക് ജസ്റ്റ് ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് മാത്രം പറഞ്ഞു പോകാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അപ്കമിങ് വീഡിയോസിൽ പറയുന്നുണ്ട്. ഒന്ന് പെർഫോമൻസ് എൻഹാൻസ്മെന്റ് ആയിരുന്നു കേട്ടോ. അടുത്ത് ഡെവലപ്പേഴ്സിന് ബെറ്റർ ആയിട്ടുള്ള ഒരു ഡെവലപ്പിംഗ് എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോ നിങ്ങൾ സർവേസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ടെസ്റ്റിംഗ് ടൂൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്തതാണ് സെക്യൂരിറ്റി എൻഹാൻസ്മെന്റ് ഇവർ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള ഫ്രണ്ട് ആൻഡ് ഫ്രെയിംവർക്ക്, എസ്പെഷ്യലി ജാവാസ്ക്രിപ്റ്റിന്റെ ഫ്രെയിംവർക്ക്, വ്യൂന്റെ ഇന്റഗ്രേഷൻ ആണെങ്കിലും റിയാക്ട് 8ന്റെ ഇന്റഗ്രേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വൈറ്റിന്റെ ഇന്റഗ്രേഷൻ ഒക്കെ ഇവിടെ ഇപ്പം ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് ലാരാവെലിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനി ഞാൻ ഈ ഒരു കോഴ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രീ റിക്വസ്റ്റീസും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാട്ടോ. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള HTML CSS നോളജ് ഉണ്ടാവണം. PSPന്റെ ഒരു ഫണ്ടമെന്റൽ നോളജ് എന്തായാലും ഉണ്ടാവണം. അതുപോലെ തന്നെ കമാൻഡ് ലൈൻ ടൂളില് അത്യാവശ്യം കമാൻഡ് ലൈനിൽ വർക്ക് ചെയ്തിട്ടുള്ളവരായിരിക്കും കേട്ടോ. ഇനി മാൻഡേറ്ററി അല്ല, പക്ഷെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറയാം. ഒന്ന് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റ് ആണ്. ഊപ്സ് കോൺസെപ്റ്റ് അറ്റ്ലീസ്റ്റ് പഠിക്കാൻ ശ്രമിക്കുക, എസ്പെഷ്യലി PSP ബേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡാറ്റാബേസ് കൊറീസും നിങ്ങൾക്ക് പ്രൊജക്ട് ഒക്കെ ചെയ്ത സമയത്ത് ഹെൽപ്ഫുൾ ആവും. ഡാറ്റാബേസ് കൊറീസ് പഠിക്കുക. ഫ്രണ്ട് എൻഡിന്റെ കേസിലാണെങ്കിലും ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ഫണ്ടമെന്റൽ നോളജ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഗെയിൻ ചെയ്യുക. പിന്നെ ഏതെങ്കിലും ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം, ഗിറ്റ് ആണെങ്കിൽ ബെറ്റർ, ഗിറ്റിനെ പറ്റി ഒരു ബേസിക് നോളജ് ഉണ്ടാവുക. ഇത് പക്ഷെ ഞാൻ ഈ പറഞ്ഞ യൂപ്സ് തൊട്ട് ഞാൻ ഈ പറഞ്ഞത് മാൻഡേറ്ററി അല്ല. അതുപോലെ എൻ്റെ ഒരു വീഡിയോന്റെ ഈ ചാനലിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ PSPയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഡീറ്റെയിൽ ആയിട്ട് HTML ആണെങ്കിലും CSS ആണെങ്കിലും PSPന്റെ ഫണ്ടമെന്റൽസ് ആണെങ്കിലും ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഗിറ്റ് റിലേറ്റ് ചെയ്തിട്ടൊക്കെയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അവിടെയും റെഫർ ചെയ്യാം. പിന്നെ ഓപ്സ് ഒന്നും മാൻഡേറ്ററി അല്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാട്ടാ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ലോക്കൽ സിസ്റ്റത്തില് ഈ ഒരു ലാരാവെൽ സെറ്റ് ചെയ്യുന്നത്, എൻവയോൺമെന്റ് വേരിയബിൾസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലാരാവെൽ ആപ്ലിക്കേഷനെ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ആപ്ലിക്കേഷനിൽ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് റൗട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ ഈ ഒരു ലാരാവെലിന്റെ ഫ്രെയിംവർക്കിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡയറക്ടറി സ്ട്രക്ചറും വർക്ക് ഫ്ലോയും നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. അപ്പൊ അടുത്ത വീഡിയോ ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നാളെ 10 മണിയാകുമ്പോഴത്തേക്കും ഡെഫിനറ്റ് ആയിട്ടും വരും. അപ്പം ഈ ഒരു ലാരാവെൽ 12 എന്ന് പറയുന്നത് ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഫ്രെയിംവർക്ക് ആണ്. അതുകൊണ്ടാണ് ഞാൻ ജെന്യുവൻലി എക്സൈറ്റഡ് ആണ് ഈ ഒരു സീരീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് ആയിരിക്കും എനിക്ക് കൂടുതൽ ഇതിൽ പഠിച്ച് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം. എസ്പെഷ്യലി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാനൊരു PSP ഡെവലപ്പർ ആണ്. അപ്പം എന്റെ എക്സ്പീരിയൻസ് കൂടുതൽ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഞാനൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആണ് കേട്ടോ. അതായത് ജാവാസ്ക്രിപ്റ്റും ജേക്വറിയാണ് ഞങ്ങളുടെ കമ്പനിയിൽ യൂസ് ചെയ്യുന്നത്. ബാക്ക് എൻഡ് ആയിട്ട് ഈ ഒരു PSP ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു ഡെവലപ്മെന്റിൽ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.